Good morning. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് റിയൽ നമ്പർ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ്. അതിൻ്റെ പേര് ഫ്ലോട്ടിംഗ് പോയിന്റ് നൊട്ടേഷൻസ്. പ്ലസ് ടു ക്ലാസ്സിൽ കമ്പ്യൂട്ടർ പഠിച്ചിട്ടുള്ള ആൾക്കാർ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിച്ചിട്ടുള്ള ഒരു ടേമാണ് ഫ്ലോട്ട്. അത് റിയൽ നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലോട്ട് എന്നുള്ള ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ഫ്ലോട്ടിംഗ് റെപ്രസെൻറ്റേഷൻ, അതായത് റിയൽ നമ്പറിനെ എങ്ങനെയാണ് ഒരു ഫ്ലോട്ടിംഗ് റെപ്രസെൻറ്റേഷനിൽ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ സേവ് ചെയ്യുന്നത്. ഇനി അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒരു റിയൽ നമ്പറിനെ ഫ്ലോട്ടിംഗ് പോയിന്റ് നൊട്ടേഷനിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന സമയത്ത് അതിന് രണ്ട് പാർട്ടാണ് ഉണ്ടാവുന്നത്. അതായത് നമ്മൾ കാൽക്കുലേറ്ററിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫോർമാറ്റ്. അതൊരു നമ്പറിനെ നമ്മൾ സാധാ ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പം നമുക്കറിയാം നമ്പറിനെ നമ്മൾ സം ഫ്രാക്ഷൻ ഇൻറ്റു 10 സം ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഏത് റിയൽ നമ്പറിനെ നമുക്ക് ആ രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പം നമ്മൾ ആ രണ്ട് പാർട്ടിൽ ഒരു പാർട്ടിനെ മാൻഡിസ എന്നും രണ്ടാമത്തെ പാർട്ടിനെ എക്സ്പോണന്റ് എന്നുമാണ് പറയുക. ഒരു പാർട്ട് മാൻഡിസ, രണ്ടാമത്തെ പാർട്ട് എക്സ്പോണന്റ്. എക്സാമ്പിൾ ആയിട്ട് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ കുറച്ച് നമ്പേഴ്സ് ആണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. 13.2 ഇൻറ്റു 10⁸, 0.0152 ഇൻറ്റു 10⁻19, 1.91 ഇൻറ്റു 10⁻⁻29. ഇതെല്ലാം ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെൻറ്റേഷൻ ആണ്. ഇനി ഇതിൽ ആദ്യത്തെ നമ്പറിൽ ഈ 13.2 എന്നുള്ള ക്വാണ്ടിറ്റി അതാണ് അതിൻ്റെ മാൻഡിസ. ഇവിടെ 0.0152 അത് അതിൻ്റെ മാൻഡിസ പാർട്ടാണ്. 1.91 അത് മൂന്നാമത്തേലെ മാൻഡിസ പാർട്ടാണ്. ഇനി അതിലെ രണ്ടാമത്തെ പാർട്ട് ദി എക്സ്പോണന്റ്. എക്സ്പോണന്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു 10⁸ എന്ന് എഴുതിയിട്ടില്ല. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ എക്സ്പോണന്റിനെ റെപ്രസെന്റ് ചെയ്യുക 10⁻n, അതായത് n എന്നുള്ളത് ജനറൽ ആയിട്ട് ഉപയോഗിച്ചതാണ്. അപ്പൊ അതിൽ ആ n എന്ന് പറയുന്ന ക്വാണ്ടിറ്റീനെയാണ് നമ്മൾ എക്സ്പോണന്റ് ആയിട്ട് പറയുന്നത്. അപ്പൊ ഇവിടെ ആദ്യത്തേല് 8 എന്നുള്ള ക്വാണ്ടിറ്റി ആണ് എക്സ്പോണന്റ്, രണ്ടാമത്തേല് 19 ആണ് എക്സ്പോണന്റ്, മൂന്നാമത്തേല് -29 ആണ് എക്സ്പോണന്റ്. അപ്പൊ ആദ്യത്തേല് മാൻഡിസ എന്നുള്ള പാർട്ട് ആദ്യം നമ്മൾ എഴുതുന്ന പാർട്ട് മാൻഡിസ, പിന്നെ നമ്മൾ 10⁻⁻ ഒരു പവർ എഴുതുന്ന ക്വാണ്ടിറ്റിയാണ് എക്സ്പോണന്റ് പാർട്ട്. ഇനി ഈ നമ്പറിനെ എല്ലാം നമുക്കറിയാം, ഈ 13.2 ഇൻറ്റു 10⁸ എന്നുള്ള ക്വാണ്ടിറ്റീനെ നമുക്ക് 132 ഇൻറ്റു 10⁻7 എഴുതാൻ പറ്റും. അതേപോലെ 1.32 ഇൻറ്റു
10⁻⁹ എന്ന് എഴുതാം. ഇനി അതേപോലെ തന്നെ 0.132 ഇൻറ്റു 10⁻10 ആയിട്ടും എഴുതാം. അങ്ങനെ ഇതിൽ ഏത് റിയൽ നമ്പറിനെയും നമുക്ക് ഡിഫറെന്റ് എക്സ്പോണന്റിന്റെ രൂപത്തിൽ മാറ്റി എഴുതാൻ പറ്റും. അത് നമുക്കറിയാം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ബേസ് 10ലാണ് നമ്മൾ ആ പവർ മാറ്റുന്ന സമയത്ത്, അതായത് ഒരു ഡെസിമൽ പോയിന്റ് നമ്മൾ മാറ്റുന്ന സമയത്ത് 10ന്റെ പവറിൽ ചേഞ്ച് വരുന്നു നമുക്കറിയാം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലായതുകൊണ്ടാണ് അവിടെ 10ന്റെ പവർ ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അത് നമ്മൾ അടുത്തതിൽ നമ്മൾ ബൈനറി ആവുന്ന സമയത്ത് അവിടെ 2ന്റെ പവറുകളായിരിക്കും. ഒക്ടൽ ആണെങ്കിൽ 8ന്റെ പവേഴ്സിലായിരിക്കും എക്സ്പോണന്റ് ഉണ്ടാവുന്നത്. ഹെക്സാഡെസിമൽ ആണെന്നുണ്ടെങ്കിൽ 16ന്റെ പവർ ആയിട്ടായിരിക്കും എക്സ്പോണന്റ് ഉണ്ടാവുന്നത്. ഇനി നമ്മൾ അടുത്ത പോയിന്റ് പറയുന്നത്, നമ്മൾ മാൻഡിസ പാർട്ട് റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ വാല്യൂ 0.1ന്റെയും 1ന്റെയും ഇടയിലാണെങ്കിൽ, 0.1നും 1നും ഇടയിലാണെങ്കിൽ ആ റെപ്രസെന്റേഷനെ നമ്മൾ പറയും നോർമലൈസ്ഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെന്റേഷൻ. നോർമലൈസ്ഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെന്റേഷൻ, അതായത് ഇൻ ബിറ്റ്വീൻ 0 and 1 പോലെ. നോർമലൈസേഷൻ എന്നുള്ളൊരു കേസ് നിങ്ങൾ ക്വാണ്ടം മെക്കാനിക്സിൽ വേവ് ഫംഗ്ഷൻ പറഞ്ഞ സമയത്ത് നോർമലൈസേഷൻ ഓഫ് വേവ് ഫംഗ്ഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അതേപോലെ ഇവിടുത്തെ നോർമലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻഡിസ പാർട്ടിന്റെ വാല്യൂ 0.1ന്റെയും 1ന്റെയും ഇടയിലാണെങ്കിൽ, 0.1നും 1നും ഇടയിലാണെങ്കിൽ, ഇവിടെ 0 to 1 അല്ല പറയുന്നത്, 0.1നും 1നും ഇടയിലാണെങ്കിൽ നമുക്കതിനെ എന്തായിട്ട് പറയാം? നോർമലൈസ്ഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് നൊട്ടേഷൻ. അപ്പൊ നമ്മൾ മുകളിൽ എഴുതിയിട്ടുള്ള 3 നമ്പേഴ്സും നോർമലൈസ്ഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് നൊട്ടേഷനിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. 13.2 എന്നുള്ളതിന് പകരം 0.132 പവർ ചേഞ്ച് ചെയ്തു, 10 ആയി. ഇനി 0.0152 ഇൻറ്റു 10⁻19 എന്നുള്ള ക്വാണ്ടിറ്റി 0.152 ഇൻറ്റു 10⁻18 ആയി. അടുത്തത് 1.91 ഇൻറ്റു 10⁻29, അതിനെ നമ്മൾ മാറ്റിയ സമയത്ത് 10⁻28 ആയി. ഇത് നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും, നമ്മൾ ഡെസിമൽ പോയിന്റ് ഏത് സൈഡിലേക്കാണ് മാറ്റുന്നത് അതിനനുസരിച്ച് പവറിലുള്ള ചേഞ്ച് സംഭവിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഡെസിമൽ പോയിന്റ് 2 സ്ഥാനം ലെഫ്റ്റിലേക്ക് മാറി, ലെഫ്റ്റിലേക്ക് 2 സ്ഥാനം മാറിയപ്പോൾ പവർ 2 ഇൻക്രീസ് ചെയ്യും. ഡെസിമൽ പോയിന്റ് റൈറ്റിലേക്ക് മാറി 1 സ്ഥാനം മാറി കഴിഞ്ഞാൽ 1 പവർ 1 ഡിക്രീസ് ചെയ്യും. അപ്പൊ ലെഫ്റ്റിലേക്ക് ഇൻക്രീസ്, റൈറ്റിലേക്ക് ഡിക്രീസ്. ഇനി 1.91 ലെഫ്റ്റിലേക്ക് മാറി, ഇവിടെ പവർ ഇൻക്രീസ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെ -29 ആണ്, ഇവിടെ -28 ആണ്. നമുക്കറിയാലോ, നെഗറ്റീവ് വാല്യൂ ഇവിടെ കുറഞ്ഞു, അതായത് പവർ ഇൻക്രീസ് ചെയ്തു. അപ്പൊ നോർമലൈസ്ഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് നൊട്ടേഷനിൽ മാൻഡിസ പാർട്ട് 0.1ന്റെയും 1ന്റെയും ഇടയിലായിരിക്കണം. ഓക്കെ, അപ്പൊ ആ നൊട്ടേഷൻ ആണ് നമ്മൾ മെയിൻ ആയിട്ട് റെപ്രസെന്റേഷനിൽ ഉപയോഗിക്കുന്നത്. കാരണം ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് നമ്മൾ സെലക്ട് ചെയ്യാണ്. ഇനി നമ്മൾ ജനറൽ ആയിട്ട് ഇപ്പോൾ എഴുതിയിട്ടുള്ള നോർമലൈസ്ഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിനെ നമുക്ക് ഒരു ജനറൽ ഫോർമാറ്റ് കൊടുക്കാം, m ഇൻറ്റു b⁻e. ഞാൻ അവിടെ പറഞ്ഞിരുന്നു, അവിടെ 10 എന്നുള്ളത് ബേസ് ആണ്, ഡെസിമൽ നമ്പർ ആണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് ബേസ് ആണ്. അപ്പൊ അവിടെ നോക്കുക, മാൻഡിസ ഇൻറ്റു b⁻e. m എന്ന് പറഞ്ഞാൽ മാൻഡിസ, b എന്ന് പറയുന്നത് ബേസ്, e എന്ന് പറയുന്നത് എക്സ്പോണന്റ്. ആ രൂപത്തിലാണ് അവിടെ നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇനി
ബൈനറി നമ്പേഴ്സിന് എക്സാമ്പിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെന്റേഷനിൽ ബൈനറി നമ്പർ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുകയാണ് 0.1101 ഇൻറ്റു 2⁻13. അതേപോലെ 0.100 ഇൻറ്റു 2⁻−10. ഇനി ഈ ഒരു ക്വാണ്ടിറ്റി, അതായത് 101.0 ഇൻറ്റു 2⁵ എന്നുള്ള ക്വാണ്ടിറ്റി ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പേഴ്സ്, അതായത് 101.0 ഇൻറ്റു 2⁵, അത് നോർമലൈസ്ഡ് ഫോമിലല്ല. അതേപോലെ തന്നെ 0.001 ഇൻറ്റു 2⁻7, അതും നോർമലൈസ്ഡ് അല്ല. കാരണം എന്താണ്? ഇവിടെ മാൻഡിസ പാർട്ടിന്റെ വാല്യൂ എത്രയാണ്? 101.0 ആണ്. ഇവിടെ 0.001 ആണ്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മാൻഡിസ പാർട്ട് എങ്ങനെയാവണം? 0.1നും 1നും ഇടയിൽ വരണം. ഓക്കെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബൈനറി കേസിൽ എപ്പോഴും നമുക്കറിയാം അവിടെ ആകെ ഏതൊക്കെ വാല്യൂസ് മാത്രമേ ഉള്ളൂ, ഏതൊക്കെ ഡിജിറ്റുകൾ മാത്രമേ ഉള്ളൂ? ബൈനറിയിൽ 0, 1 എന്നുള്ള ഡിജിറ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഡെസിമൽ ഈ ബൈനറി പോയിന്റിന് ശേഷം, അതായത് ബൈനറി പോയിന്റിന് ശേഷം നമ്മൾ വരുന്ന ഡിജിറ്റ് അല്ലെങ്കിൽ വരുന്ന ബിറ്റ് 0 ആയി കഴിഞ്ഞാൽ, കാരണം നമുക്ക് പറഞ്ഞിട്ടുള്ളത് 0.1ന്റെയും 1ന്റെയും ഇടയിൽ വേണം, 0 പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ ആകെ ഒരു ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈനറി പോയിന്റിന് ശേഷം 1 മാത്രമേ വരാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു ബൈനറി ഫ്ലോട്ടിംഗ് പോയിന്റ് നൊട്ടേഷനിൽ ബൈനറി പോയിന്റിന് ശേഷം 1 വന്നു കഴിഞ്ഞാൽ മാത്രമാണ് എന്താവുന്നത്? ഒരു നോർമലൈസ്ഡ് ഫോം ആവുന്നത്. ബട്ട് ദർ ഈസ് എ എക്സെപ്ഷണൽ കേസ്. അതായത് നമുക്ക് 0.0 എന്നുള്ള ഒരു ക്വാണ്ടിറ്റി, അതായത് 0.0, അതായത് നമുക്ക് 0നെ റിയൽ കേസിൽ, ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമുക്ക് 0നെ റിയൽ ഫോർമാറ്റിൽ അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഫോർമാറ്റിൽ കിട്ടണം. കാരണം കമ്പ്യൂട്ടറിലൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലേ കമ്പ്യൂട്ടറിന് അത് അറിയുള്ളൂ. 0നെ റിയൽ ആക്കി എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അത് ആ രൂപത്തിൽ എടുക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് റിയൽ റെപ്രസെന്റേഷനിൽ 0.0 എന്നുള്ള ഒരു ക്വാണ്ടിറ്റീനെ നമ്മൾ നോർമലൈസ്ഡ് ഫോമിൽ എഴുതുന്ന സമയത്ത് നമുക്ക് എന്തായാലും ബൈനറി പോയിന്റിന് ശേഷം എന്ത് കൊടുക്കാൻ പറ്റില്ല? 1 കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് 0ന്റെ കേസ് മാത്രം ഒരു എക്സെപ്ഷണൽ കേസ് ആണ്. ബാക്കി എല്ലാ ക്വാണ്ടിറ്റീനെയും നമ്മൾ എഴുതുമ്പോൾ നോർമലൈസ്ഡ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് ബൈനറി പോയിന്റിന് ശേഷം എന്ത് വേണം? 1 വേണം. ഇനി ആ ഒരു ഫോർമാറ്റ്, അതായത് നമ്മൾ കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, കാണിക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 32 ബിറ്റ്. നമ്മൾ കഴിഞ്ഞ ഇതിലൊക്കെ 8 ബിറ്റ് വെച്ചിട്ടും ഉള്ള മെമ്മറികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഒരു നമുക്കറിയാം ഇന്റിജർ പാർട്ടിനെ നമ്മൾ 8 ബിറ്റ് വെച്ച് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഒരു 127 വെച്ച് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇവിടെ എന്തൊക്കെയുണ്ട്? അതായത് ഒരു റിയൽ നമ്പറിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെന്റേഷനിൽ എഴുതുന്ന സമയത്ത് അതിനൊരു മാൻഡിസ പാർട്ട് ഉണ്ട്, എക്സ്പോണന്റ് പാർട്ട് ഉണ്ട്. ഇത് കൂടാതെ എന്തുണ്ടായിരിക്കും? ഒരു സൈൻ ബിറ്റ് ഉണ്ടായിരിക്കും. കാരണം നമ്മൾ അവിടെ കണ്ട സമയത്ത് തന്നെ നമുക്ക് അറിയാം, അതായത് റിയൽ നമ്പറിൽ നെഗറ്റീവ് ഉണ്ടായിരിക്കാം, പോസിറ്റീവ് ഉണ്ടായിരിക്കാം. അപ്പൊ റിയൽ നമ്പറിൽ നെഗറ്റീവും പോസിറ്റീവും എന്നുള്ള ക്വാണ്ടിറ്റി വരുന്നുണ്ട്. അപ്പൊ ആ നെഗറ്റീവും പോസിറ്റീവും മാൻഡിസ പാർട്ടിന് പോസിറ്റീവോ നെഗറ്റീവോ സൈൻ ഉണ്ടായിരിക്കാം. അപ്പൊ സൈൻ ബിറ്റും കൂടെ നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ ഇനി നോക്കുക, ഈ 32 ബിറ്റിനെ ഇതിനു വേണ്ടിയിട്ട് ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുകയാണ്, അതായത് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്.
ആകെ 32 ആണുള്ളത്. ആ 32ല് ഒരു ബിറ്റ്, കാരണം ഇവിടെ 8 ബിറ്റ് ഉള്ള, അല്ലെങ്കിൽ ഇവിടെ ഞാൻ ഇങ്ങനെ പറയുന്നു 4 ബൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ബിറ്റ് ആണ്. അപ്പൊ 4 × 8 32 ബിറ്റ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇത് എം എന്ന് കാണിച്ചിരിക്കുന്ന ഇത് മെമ്മറി ലൊക്കേഷൻ, മെമ്മറി അഡ്രസ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഒരു ഫസ്റ്റ് മെമ്മറി അതില് എത്രയുള്ളത് 8 ബിറ്റ് ആണ്. അടുത്ത മെമ്മറി അതായത് M+1 തൊട്ടടുത്ത മെമ്മറിയിൽ 8 ബിറ്റ്, തൊട്ടടുത്ത മെമ്മറിയിൽ അടുത്ത 8 ബിറ്റ്, തൊട്ടടുത്ത മെമ്മറിയിൽ അടുത്ത 8 ബിറ്റ്. ഇങ്ങനെ 4 ബൈറ്റ് ആയിട്ട് ഓരോ ബൈറ്റിലും 8 ബിറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ അതിലാണ് സ്റ്റോറിങ് നടത്തുന്നത്. ഇനി ഇവിടെ നോക്കുക, ഇവിടുത്തെ 8 ബിറ്റിൽ ഒരു ബിറ്റ് സൈൻ ബിറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ റെപ്രസെന്റേഷനിൽ നമ്മൾ ചെയ്യുന്നത് സൈൻ ബിറ്റ്, അതിനുശേഷം മാൻഡിസ പാർട്ട്, അതിനുശേഷം എക്സ്പോണന്റ് പാർട്ട്. ഓക്കെ, അവിടെ എഴുതിയതിൽ ബയാസ്ഡ് എക്സ്പോണന്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി അത് നമ്മൾ എന്താന്ന് പറയാം. അപ്പൊ ഇപ്പൊ തൽക്കാലം എക്സ്പോണന്റ് എന്നുള്ള ഇത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മൾ സൈൻ ബിറ്റ്, അടുത്ത മാൻഡിസ പാർട്ട്, പിന്നെ എക്സ്പോണന്റ് പാർട്ട്. അപ്പൊ ഇവിടെ നോക്കുക, സൈൻ ബിറ്റിൽ ഒരു ബിറ്റാണ് സൈൻ ബിറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ലാസ്റ്റിലെ 8 ബിറ്റുകളാണ് എക്സ്പോണന്റിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു 8, ഈ 8ല് ഇവിടുത്തെ ബയാസ്ഡ് എക്സ്പോണന്റിന് ഒരു 8ഉം സൈൻ ബിറ്റിന് വേണ്ടിയിട്ട് എത്ര എടുത്തു, ഒരു 1 എടുത്തു. അപ്പൊ ടോട്ടൽ 32ല് 9 ബിറ്റ് ഇവിടെ യൂസ് ചെയ്തു. ബാക്കിയുള്ള 23 ബിറ്റ് ആണ് മാൻഡിസ പാർട്ടിന് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇനി ഒന്നും കൂടെ പറയുന്നു, ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റത്തെ ബിറ്റ് ആണ് സൈൻ ബിറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിനുശേഷം 23 ബിറ്റ് മാൻഡിസ പാർട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. അടുത്ത ബാക്കി 8 ബിറ്റ്, അതായത് 1 പിന്നെ ഒരു 23, അപ്പൊ 24 ആയി. ബാക്കിയുള്ള 8 ബിറ്റ് ആണ് എക്സ്പോണന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതൊരു പെർട്ടിക്കുലർ ഫോർമാറ്റ് ആണ്. നമ്മൾ പറഞ്ഞിരുന്നു, ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെന്റേഷൻ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ റിയൽ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് ഒരു മൈക്രോ പ്രോസസ്സറിലും ഇതിനെ ഹാൻഡിൽ ചെയ്യില്ല. ഇതിന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ഓൾറെഡി ചെയ്യണം, അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് സോഫ്റ്റ്വെയർ കൊടുക്കണം. അപ്പൊ അങ്ങനത്തെ ചിപ്സ്, അതിനൊരു ഇന്റൽ 8087 അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓരോ മേക്ക്, അതായത് ഓരോ കമ്പനി ചെയ്യുന്ന സമയത്തും അതിലെ അവരുടെ ഫോർമാറ്റിൽ ഡിഫറെന്റ് വന്നു കഴിഞ്ഞാൽ അത് അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതുകൊണ്ട് ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ആണ് ചൂസ് ചെയ്യുക. ആ സ്റ്റാൻഡേർഡ് റിവൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ ആ സ്റ്റാൻഡേർഡ് ഇത് തീരുമാനിക്കുന്നത് IEEE ഇങ്ങനെ, കാരണം നിങ്ങൾ ഇപ്പൊ കെമിസ്ട്രിയിലൊക്കെ IUPAC നെയിം എന്നുള്ള ഒരു ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിന് ഒരു നെയിമിംഗ് നടത്തുന്ന ഇതുപോലെ ഇവിടെ എങ്ങനെയാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് നൊട്ടേഷൻ നടത്തുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതൊരു പെർട്ടിക്കുലർ ഫോർമാറ്റ് ആണ്, 32 ബിറ്റിലുള്ള ഒരു ഫോർമാറ്റ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ആദ്യത്തെ ബിറ്റ് സൈൻ ബിറ്റ്, പിന്നെ ഒരു 23 മാൻഡിസ പാർട്ട്, അത് കഴിഞ്ഞിട്ട് ബാക്കി 8 ബിറ്റ് ബയാസ്ഡ് എക്സ്പോണന്റ്. ഓക്കെ, ഇനി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ ഉപയോഗിക്കുന്ന ടെക്നോളജിയിൽ IEEE 754 ആണ് 32 ബിറ്റിൽ ഉപയോഗിക്കുന്നത്. IEEE 754, അതായത് ആ സ്റ്റാൻഡേർഡ് ആണ് IEEE 754. അതിന്റെ നൊട്ടേഷനിൽ 32 ബിറ്റ് നൊട്ടേഷനിൽ ഡിഫറെന്റ് ആയിട്ടാണ് പറയുന്നത്. അതായത് ഫസ്റ്റത്തെ ബിറ്റ് സൈൻ ബിറ്റ്, അത് കഴിഞ്ഞാലുള്ള 8 ബിറ്റ് എക്സ്പോണന്റ്, അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള 23 ആണ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, മാൻഡിസ പാർട്ടിന് ഉപയോഗിക്കുന്നത്. ആ സമയത്ത് അവർ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പറിലും ഡിഫറെന്റ് ആണ്. അതായത് മാൻഡിസ പാർട്ടിനെ നോർമലൈസ് ചെയ്യുന്നതിലും ഡിഫറെന്റ് ആണ്. പക്ഷെ നമ്മളിപ്പോൾ അതിലേക്ക് പോകേണ്ട കാര്യമില്ല. നമുക്ക് റെഫർ ചെയ്യാനുള്ള ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള മെത്തേഡിൽ ഇതാണ്. പക്ഷെ നമ്മളിപ്പോ അപ്ഡേറ്റഡ് ആയിട്ടുള്ളത് കൊണ്ട് നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഡിഫറെന്റ് ആയിട്ടാണ് കാണിക്കുക. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, ഇത് ചേഞ്ച് ചെയ്തിട്ടുള്ള ഇപ്പോഴത്തെ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് മെത്തേഡ് IEEE 754 ഡിഫറെന്റ് ആണ്. ആദ്യകാലങ്ങളിൽ ഇതാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്, സൈൻ ബിറ്റ്, പിന്നെ മാൻഡിസ പാർട്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് എക്സ്പോണന്റ് പാർട്ട്. ഇപ്പൊ ഇത് 32 ബിറ്റിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്.
ഓക്കെ, ഇത് സിംഗിൾ പ്രിസിഷൻ ആണ്. ഇനി അതും കൂടെ പറയുന്നു, അതായത് നമ്മൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് പഠിച്ചിട്ടുള്ള ആൾക്കാർ ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നു, റിയൽ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഫ്ലോട്ടിംഗ് നമ്പേഴ്സ് എന്നുള്ള രൂപത്തിൽ ഫ്ലോട്ട് എന്നാണ് കൊടുക്കുക. ഇനി ചില റിയൽ നമ്പേഴ്സിന്റെ വാല്യൂ വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ ഡെസിമൽ പോയിന്റിൽ ഇപ്പൊ നമ്മൾ ഫ്രാക്ഷൻ എഴുതുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മളെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് 6.6 into 10⁻⁻34 ആണ്. അപ്പൊ അതിനെ നമ്മൾ ആ രൂപത്തിൽ പറയുമ്പോൾ, അതായത് എക്സ്പോണന്റിന്റെ പവർ വളരെ -34 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ അത് സാധാ ഒരു പവർ ഇല്ലാത്ത രൂപത്തിൽ 10⁻² ഇല്ലാത്ത രൂപത്തിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ അതിനെ നമ്മൾ എഴുതേണ്ടി വരിക 0.000 അങ്ങനെ 34 സീറോസ് ആ രൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം ആ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലെങ്തി ആയിട്ടാണ് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ നമ്പറിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഫ്ലോട്ട് എന്ന് മാത്രം കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അക്യുറേറ്റ് റിസൾട്ട് കിട്ടില്ല. അപ്പോൾ അവിടെ ആ സമയത്ത് പ്രോഗ്രാമിംഗ് പഠിച്ച ആൾക്കാർക്ക് കേട്ടിട്ടുണ്ടായിരിക്കും ഡബിൾ പ്രിസിഷൻ എന്നുള്ളതിന് ഫ്ലോട്ടിന് പകരം ആ സമയത്ത് ഡബിൾ ആണ് വാരിയബിള് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഡബിൾ എന്നുള്ള റെപ്രസെന്റേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ നമ്മൾ 32 ബിറ്റ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഡബിൾ റെപ്രസെന്റേഷനിലാണെങ്കിൽ അപ്പോൾ 64 ബിറ്റ് ഉപയോഗിക്കും. അതായത് ഈ സിസ്റ്റം 32 ബിറ്റിന്റെ റെപ്രസെന്റേഷനിലാണ് അപ്പൊ ചെയ്യുന്നത്. ഒരു 32 ബിറ്റും കൂടെ എന്തിനു വേണ്ടിയിട്ട് കൊടുക്കും? ഈ ഒരു 32 ബിറ്റും കൂടെ യൂസ് ചെയ്യും. ദെൻ ടോട്ടലി ആ ഡിവിഷൻ ആ സമയത്ത് മാറ്റും. സൈൻ ബിറ്റ് എപ്പോഴും എത്ര മതി? ഒരു ബിറ്റ് മതി. ബാക്കി ഒരു 10 ബിറ്റ്, അതായത് ഇവിടെ ഒരു 1ഉം പിന്നെ ഒരു 10 ബിറ്റ് എന്തിനു വേണ്ടിയിട്ട് കൊടുക്കും? ഇതിലെ ബയാസ്ഡ് എക്സ്പോണന്റിന് വേണ്ടിയിട്ട് കൊടുക്കും. അതായത് ഒരു സൈൻ ബിറ്റ്, പിന്നെ ബാക്കി ഒരു 10 എക്സ്പോണന്റിന് വേണ്ടിയിട്ട്, അപ്പൊ 11 ആയി. ബാക്കി 50, ബാക്കി എത്ര ഉണ്ടാവും? ഇവിടെ ഒരു 1ഉം ഇവിടെ ഒരു 10 ഉപയോഗിച്ച് 11 കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ 53 വരുന്ന ആ ക്വാണ്ടിറ്റി, അതായത് 64ലെ 53 അത്ര എന്തിനു വേണ്ടിയിട്ട് കൊടുക്കും? മാൻഡിസ പാർട്ടിന് വേണ്ടിയിട്ട് കൊടുക്കും. അത് ഡബിൾ പ്രിസിഷൻ ആണ്. പക്ഷെ നമുക്ക് അത് ബോധർ ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ഈ ഒരു റെപ്രസെന്റേഷൻ മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ ഒരിക്കൽ കൂടി പറയുന്നു, ഒന്ന് സൈൻ ബിറ്റ്, ബാക്കി 23 മാൻഡിസ പാർട്ട്, ലാസ്റ്റ് 8 ബയാസ്ഡ് എക്സ്പോണന്റ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് എന്താണ് ഈ ബയാസ്ഡ് എക്സ്പോണന്റ്? അതാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് അറിയാം നമ്മളിപ്പോ എക്സ്പോണന്റ് എന്താന്നുള്ള ഒരു ഐഡിയ മാത്രമാണ് നമുക്കുള്ളത്. അപ്പൊ അതിൽ തന്നെ നമ്മൾ എക്സ്പോണന്റ് പോസിറ്റീവ് എക്സ്പോണന്റും കണ്ടു, നെഗറ്റീവ് എക്സ്പോണന്റും കണ്ടു. പോസിറ്റീവ് എക്സ്പോണന്റ് ആവുന്ന സമയത്ത് നമുക്കറിയാം നമ്മളുടെ റിയൽ നമ്പേഴ്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഇനി അതിന്റെ വാല്യൂ കുറയുന്ന സമയത്താണ്, 1നേക്കാളും കുറഞ്ഞ വാല്യൂസ് വരുന്ന സമയത്താണ് എക്സ്പോണന്റ് എന്തായിട്ട് മാറുന്നത്? നെഗറ്റീവ് ആയിട്ട് മാറുന്നത്. അത് നമ്പേഴ്സ് ലെസ് ദാൻ 1 ആവുന്ന സമയത്ത്, 1നേക്കാളും കുറവുള്ള സമയത്ത് എന്തായിരിക്കും? എക്സ്പോണന്റ് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇങ്ങനത്തെ ഒരു ഇത് വരുന്ന സമയത്ത് എക്സ്പോണന്റിനും നെഗറ്റീവും പോസിറ്റീവും വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പോണന്റ് റെപ്രസെന്റ് ചെയ്യുന്ന സമയത്തും അവിടെ ഒരു സൈൻ ബിറ്റും കൂടെ വെക്കേണ്ടി വരും. അപ്പൊ അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബയാസ്ഡ് എക്സ്പോണന്റ് എന്നുള്ള ഒരു ഐഡിയ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതായത് നമുക്കറിയാം ഒരു 8 ബിറ്റ് റെപ്രസെന്റേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ 8 ബിറ്റ് റെപ്രസെന്റേഷനിൽ നമുക്ക് ബയാസ് എക്സ്പോണന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് മേ ബി നെഗറ്റീവ് ഓർ പോസിറ്റീവ്. നെഗറ്റീവ് ഉണ്ടാവാം, പോസിറ്റീവ് ഉണ്ടാവാം. അപ്പോൾ അതിലൊരു സൈൻ ബിറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പോണന്റിന് ഒരു സൈൻ ബിറ്റും ബാക്കി അവിടെ 7 ബിറ്റുകളുള്ളൂ, അതിന്റെ മാഗ്നിറ്റ്യൂഡിന് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ സൈനിന് എന്ത് കൊടുക്കുന്നില്ല? ബിറ്റ് കൊടുക്കാതെ, പക്ഷെ സൈനും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന രൂപത്തിലെ ഒരു ചേഞ്ച് വരുത്തുകയാണ്. ഓക്കെ, അപ്പൊ ശരിക്കും വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ബിറ്റിന് ഒരു ബിറ്റ് കൊടുക്കണം. 8 ബിറ്റിലെ ഒരു ബിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എത്ര റേഞ്ച് ഉണ്ടായിരിക്കും? അത് നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റിന്റെ, അതായത് നമ്മൾ കോംപ്ലിമെന്റ് മെത്തേഡിൽ ഇന്റിജർ റെപ്രസെന്റേഷനിൽ പറഞ്ഞതാണ്.
അതായത് ഇപ്പൊ നമ്മൾ എക്സ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്റിജർ ക്വാണ്ടിറ്റി ആയിരിക്കും. എക്സ്പോണന്റ് ഒരു ഇന്റിജർ ക്വാണ്ടിറ്റി ആണ്, അതിൽ നെഗറ്റീവ് ഉണ്ടാവാം പോസിറ്റീവ് ഉണ്ടാവാം. അപ്പൊ ആ ഇന്റിജറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് നമ്പറും ഉണ്ടാവും നെഗറ്റീവ് നമ്പറും. നെഗറ്റീവ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ ഏറ്റവും സൗകര്യം ഏതാണ്? ടൂസ് കോംപ്ലിമെന്റ് മെത്തേഡ്. അപ്പൊ ടൂസ് കോംപ്ലിമെന്റ് മെത്തേഡിൽ നമുക്ക് മിനിമം 128 മിനിമം നമ്പർ 128 മാക്സിമം 127 ഇത്ര നമുക്ക് റേഞ്ച് ഓൾറെഡി അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ആ രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ എക്സ്പോണന്റിനെ ഇങ്ങനെ ഈ രൂപത്തിൽ -128 127 ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ 2 സൈൻ ബിറ്റ് ഉപയോഗിക്കേണ്ടത് കൊണ്ട് നമ്മൾ ഈ മെത്തേഡ് ഫോളോ ചെയ്യില്ല. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ബയാസ്ഡ് എക്സ്പോണന്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടി ചെയ്യുന്നത്, നമ്മൾ ഇപ്പോൾ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പറിൽ ആക്ച്വലി ഉള്ള എക്സ്പോണന്റിനെ നമ്മൾ പേര് പറയുന്നത് ഇറ്റ് ഈസ് ട്രൂ എക്സ്പോണന്റ്. അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു നമ്പറിൽ നമുക്ക് തന്നിട്ടുള്ള എക്സ്പോണന്റിനെ, അതായത് നമ്പറിലെ റെപ്രസെന്റേഷനിൽ നമുക്ക് കിട്ടുന്ന എക്സ്പോണന്റിനെ നമ്മൾ പറയുന്ന പേരാണ് ട്രൂ എക്സ്പോണന്റ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ബയാസ്ഡ് എക്സ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രൂ എക്സ്പോണന്റിനെ നമ്മൾ മോഡിഫൈ ചെയ്യും. ഒരു 128 എന്തെങ്കിലും ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. ഇനി ആ കോൺസ്റ്റന്റ് എങ്ങനെയാ വരുന്നതെന്ന് പറയാം. അതായത് നമുക്ക് നെഗറ്റീവ് നമ്പർ എത്ര വരെയുണ്ട്? -128 വരെയുണ്ട്. പോസിറ്റീവ് നമ്പർ 127 ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ സീറോന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് 128 നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഒരു 127 പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ട്. ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് സൈൻ ബിറ്റ് എന്നുള്ള ബിറ്റിനെ നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ പ്യുവർലി എന്തിലേക്ക് പോവാണ്? എല്ലാം പോസിറ്റീവ് നമ്പേഴ്സ് ആക്കിയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ. പിന്നെ നമുക്ക് സൈന് റെപ്രസെന്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് എക്സ്പോണന്റിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ക്വാണ്ടിറ്റി, ഒരു കോൺസ്റ്റന്റ് അതിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് എപ്പോഴും എക്സ്പോണന്റ് പോസിറ്റീവ് ആവുന്ന രൂപത്തിൽ ആക്കുന്നു. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കുക, എത്ര ഈ നമ്പറിന്റെ കൂടെ, എക്സ്പോണന്റിന്റെ കൂടെ എത്ര ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് എന്ത് കിട്ടണം? എക്സ്പോണന്റ് നെഗറ്റീവ് ആവരുത്. എക്സ്പോണന്റ് നെഗറ്റീവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ട കോൺസ്റ്റന്റ്, ഒരു കോൺസ്റ്റന്റ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ എക്സ്പോണന്റ് എന്തായിരിക്കണം? നോൺ നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കണം. ഇറ്റ് മേ ബി സീറോ ആവാം, ദെൻ ബാക്കി പോസിറ്റീവ് ക്വാണ്ടിറ്റിയെ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, -28നെ അതിന്റെ കൂടെ ഒരു 128 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0 ആയിരിക്കും. ഇനി -27 ആണെന്നെങ്കിൽ നമുക്ക് 1 കിട്ടും. അപ്പൊ അങ്ങനെ -128 ആണെങ്കിൽ അതിന്റെ കൂടെ 128 ആഡ് +128 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മോഡിഫൈഡ് എക്സ്പോണന്റ് നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഈ മോഡിഫൈഡ് എക്സ്പോണന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ട്രൂ എക്സ്പോണന്റിന്റെ കൂടെ 128 ആണ് ആഡ് ചെയ്യുക. ഇവിടെ 128 ആഡ് ചെയ്യുന്നു എന്ന് പറയാനുള്ള കാരണം, ഈ മോഡിഫൈഡ് എക്സ്പോണന്റ് നമ്മൾ എത്ര ബിറ്റ് ഉപയോഗിച്ചിട്ടാണ് എഴുതുന്നത്? 8 ബിറ്റ് ഉപയോഗിച്ചിട്ടാണ് എഴുതുന്നത്. ഓരോന്നിലും ഡിഫറെന്റ് ആണ്. അതായത് 8 ബിറ്റ് ഉപയോഗിച്ച് എക്സ്പോണന്റ് റെപ്രസെന്റ് ചെയ്യുന്ന സമയത്താണ് ട്രൂ എക്സ്പോണന്റ് അതിന്റെ കൂടെ 128 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോഡിഫൈഡ് എക്സ്പോണന്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ എക്സ്പോണന്റിനെ മാറ്റുന്ന ആ മെത്തേഡാണ് ബയാസ്ഡ് എക്സ്പോണന്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി എക്സ്പോണന്റ്, അതായത് ഈ ട്രൂ എക്സ്പോണന്റ് ഇപ്പൊ മാറി എന്തായി? മോഡിഫൈഡ് എക്സ്പോണന്റ്. ട്രൂ എക്സ്പോണന്റ് ഏത് മുതൽ ഏത് വരെ വാരി ചെയ്യും? -128 മുതൽ +127 വരെ വാരി ചെയ്യും. അതിന് പകരം ഇപ്പൊ എങ്ങനെയാ സംഭവിക്കുന്നത്? മോഡിഫൈ എക്സ്പോണന്റ് 0 മുതൽ 255 വരെ വാരി ചെയ്യും. അതായത് 8 ബിറ്റില് മിനിമം നമ്പർ നമുക്ക് 00, 8ഉം 0 ആവാം. ഇനി അതിലെ 8 ബിറ്റും 1 ആവാം. 8 ബിറ്റും 0 ആയി കഴിഞ്ഞാൽ ആ ബൈനറി നമ്പർ 0 ആണ്. 8 ബിറ്റും
1 ആയി കഴിഞ്ഞാൽ അവിടുത്തെ നമ്പർ ഒന്ന് നോക്കുക. ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു 255 ആയിരിക്കും. 8 നമ്പറും 8 ബിറ്റും 1 ആയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 255 ആയിരിക്കും. അപ്പൊ 0 മുതൽ 255 വരെ വാരി ചെയ്യുന്നു. ഇപ്പോൾ എല്ലാ എക്സ്പോണന്റ് വാല്യൂസും പോസിറ്റീവ് ആണ്. അതുകൊണ്ട് നമുക്ക് സൈൻ ബിറ്റ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇതാണ് ബയാസ്ഡ് എക്സ്പോണന്റ് എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി നമ്മൾ അതിന്റെ ഒരു എക്സാമ്പിൾ എങ്ങനെയാണ് ഒരു നമ്പറിനെ നമ്മൾ ഈ രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടേക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമേ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. കുറെ കാര്യങ്ങൾ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. അപ്പൊ അത് മാത്രം നമ്മൾ ഇവിടെ ഒമിറ്റ് ചെയ്യും. അതായത് ഇവിടെ നമുക്ക് ചെയ്യേണ്ട എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസിമൽ നമ്പർ ആയിട്ടുള്ള 13.5 എന്നുള്ള നമ്പറിനെ 13.5 എന്നുള്ള ഒരു റിയൽ നമ്പറിനെ ഡെസിമൽ നമ്പർ ആണ്. ഇനി അതിനെ നമ്മൾ 4/2 വെച്ചിട്ട് ഫ്ലോട്ടിംഗ് പോയിന്റ് നൊട്ടേഷനിൽ റെപ്രസെന്റ് ചെയ്യണം. ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെന്റേഷനിൽ റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ നമുക്കറിയാം 13.5 ആ ഡെസിമൽ നമ്പറിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പൊ ഈ കൺവേർഷൻ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പൊ ഈ 13.5 നമ്മൾ എക്സാമ്പിളിൽ തൊട്ട് മുമ്പത്തെ ഒരു എക്സാമ്പിളിൽ അവിടെ കാണിച്ചിട്ടുള്ള ഒരു നമ്പർ തന്നെയാണ്. ഇത് 13 കറസ്പോണ്ടിങ് ആയിട്ടുള്ള 13 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഭാഗമാണ്. ഇത് 0.5 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പൊ ഇവിടെ ഇതിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇതാണ് ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 1101.1. ഇനി ആലോചിക്കേണ്ടത് നമുക്ക് ഇതിനെ ഫ്ലോട്ടിംഗ് നൊട്ടേഷനിൽ മാറ്റി എഴുതണം എന്നുണ്ടെങ്കിൽ ഇതിനെ നോർമലൈസ്ഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം. എങ്ങനെ വേണം? നോർമലൈസ്ഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ വാല്യൂ 0.1ന്റെയും ഇപ്പോ ഉള്ള വാല്യൂനെ 0.1ന്റെയും 1ന്റെയും ഇടയിലാക്കി മാറ്റണം എന്നുള്ളത് കൊണ്ട് എത്ര പോയിന്റ്, ബൈനറി പോയിന്റിനെ എത്ര മാറ്റണം? 1, 2, 3, 4. ഇപ്പൊ ഇവിടെ ഈ നമ്പർ എഴുതുകയാണെങ്കിൽ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഈ നമ്പറിനെ എനിക്ക് ദിസ് ഇൻറ്റു എങ്ങനെ എഴുതാം? 2⁻0 ആയിട്ട് എനിക്ക് ഇതിനെ ഡിനോട്ട് ചെയ്യാം, അല്ലെ? അതായത് ഞാൻ ഒരു നമ്പർ പറയാണ്. അതായത് ഇപ്പൊ ഈ നമ്പറിനെ തന്നെ, ഡെസിമൽ നമ്പറിനെ 13.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 13.5 ഇൻറ്റു 10⁻0 ആയിട്ട് എഴുതിക്കൂടെ? കാരണം 10⁻0 പറഞ്ഞാൽ 1 ആണ്. 13.5. ഇനി ഇതിനെ ഞാൻ 0.135 ഇൻറ്റു ഇങ്ങനെ എഴുതുമ്പോഴോ എത്ര വരും? ഇത് അങ്ങോട്ട് മാറ്റി. ഡെസിമൽ പോയിന്റ് എത്ര അങ്ങോട്ട് മാറ്റി? 2 മാറ്റി. അതുകൊണ്ട് നമ്മൾ എഴുതുക 0.135 ഇൻറ്റു 10⁻2 ആയിട്ട് ഡിനോട്ട് ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെയാണ് ഇവിടെ ഞാൻ ബൈനറിയിലും എഴുതിയിട്ടുള്ളത്. ബൈനറിയിൽ എഴുതുമ്പോൾ ഇവിടെ 2⁻2 എന്നാണ് എഴുതുക. കാരണം പവർ എഴുതുമ്പോൾ എക്സ്പോണന്റ് ഭാഗത്ത് ബേസ് റേസ് ടു എക്സ്പോണന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് 2⁻0. ഇനി ഡെസിമൽ പോയിന്റ് ബൈനറി പോയിന്റ് 4 മാറ്റുമ്പോൾ എങ്ങനെയായിട്ട് എഴുതും നോക്കുക. ആ ബൈനറി പോയിന്റിനെ 4 നമ്മൾ മാറ്റിയ സമയത്ത് എങ്ങനെ വന്നു? ഇറ്റ് ഈസ് 2⁻4. 2⁻0 എന്നുള്ളത് 2⁻4 ആയിട്ട് മാറി. ഇപ്പൊ ഇത് എന്ത് ഫോർമാറ്റിലായി? ഒരു നോർമലൈസ്ഡ് ഫോമിലേക്ക് വന്നു. ആ നോർമലൈസ്ഡ് ഫോമില് ഈ പാർട്ട് മാൻഡിസ പാർട്ടാണ്. ഇനി ഇവിടെ 4 എന്നുള്ളത് എന്താണ്? 4 എന്നുള്ള ക്വാണ്ടിറ്റി ആണ് നമ്മളുടെ ട്രൂ എക്സ്പോണന്റ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? മാൻഡിസ കിട്ടി, ട്രൂ എക്സ്പോണന്റ് കിട്ടി. ഇനി ട്രൂ എക്സ്പോണന്റിന്റെ കൂടെ എത്ര ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് മോഡിഫൈഡ് ബയാസ്ഡ് എക്സ്പോണന്റ് കിട്ടുക?
ട്രൂ എക്സ്പോണന്റിന്റെ കൂടെ 128 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അതാണ് ബയാസ്ഡ് എക്സ്പോണന്റ്. അപ്പൊ ബയാസ്ഡ് എക്സ്പോണന്റ് 4 + 128 എത്രയായിരിക്കും? 132. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? മാൻഡിസയും കിട്ടി, എന്തു കിട്ടി? ബയാസ്ഡ് എക്സ്പോണന്റും കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി റെപ്രസെന്റേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ നമ്മുടെ കയ്യിലുള്ളത് അതിന്റെ മാൻഡിസ പാർട്ട് ഉണ്ട്, മാൻഡിസ പാർട്ടും ഉണ്ട്, അതിന്റെ കൂടെ തന്നെ അതിന്റെ ബയാസ്ഡ് എക്സ്പോണന്റ് പാർട്ടും ഉണ്ട്. ബയാസ്ഡ് എക്സ്പോണന്റ് എത്രയായിരുന്നു? ഇറ്റ് ഈസ് 132. ഈ 132നെ നമ്മൾ എന്തിലെ എക്സ്പ്രസ് ചെയ്യാ? ബൈനറിയിലേക്ക്. ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ഇതിനെ ബൈനറിയിലേക്ക് വീണ്ടും കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഇതിനെ മാൻഡിസ പാർട്ടിനെ എത്രയാക്കിയിട്ട് എഴുതണം? 23 ബിറ്റിലാണ് എഴുതേണ്ടത്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഇവിടെ നമ്മൾ ഈ നമ്പർ എഴുതുന്ന സമയത്ത്, അതായത് എനിക്ക് എത്ര പാർട്ട് വേണം, എത്ര ക്വാണ്ടിറ്റി വേണം? ഈ മാൻഡിസ പാർട്ട് 23 ബിറ്റിലാണ് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ 23 ബിറ്റിൽ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ബൈനറി പോയിന്റ് കഴിഞ്ഞിട്ട് 0 നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് റെപ്രസെന്റേഷൻ അല്ല? നോർമലൈസ്ഡ് റെപ്രസെന്റേഷൻ അല്ല. ഇനി അവിടെ 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ നമ്പറിന്റെ വാല്യൂ തെറ്റുകയും ചെയ്യും. ഇനി നമുക്കറിയാം, ഇവിടെ ബൈനറി പോയിന്റ് അല്ലെങ്കിൽ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടാണെങ്കിൽ, അതായത് റൈറ്റിലേക്ക് നമ്മൾ ബൈനറി പോയിന്റിന് അല്ലെങ്കിൽ ഫ്രാക്ഷണൽ പോയിന്റിന് ശേഷം റൈറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക്, അതായത് നമ്പറിന്റെ റൈറ്റിൽ വേണമെങ്കിൽ ലാസ്റ്റിൽ നമുക്ക് എത്ര സീറോസ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇവിടെ നോക്കുക, 1 2 3 4 5 5 ബിറ്റ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഉള്ളത് ആകെ 5 ബിറ്റ് ആണ് ഉള്ളത്. ഇനി ബാക്കി ഇവിടെ എത്ര വേണം? 18 സീറോസ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ 23 ആയി. ഓക്കെ, അതായത് ഇതിന് ശേഷം ഈ 11011ന് ശേഷം 18 സീറോസ് ഇട്ട് കഴിഞ്ഞാൽ 23 ആയി, 23 ബിറ്റ് ആവും. അപ്പൊ 23 ബിറ്റ് വേണം എന്തിന്? മാൻഡിസ പാർട്ടിന്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് മാൻഡിസ പാർട്ട്, കാരണം ഇവിടെ ഫ്രാക്ഷണൽ നമ്പർ ആവുന്നത് കൊണ്ട്, ഫ്രാക്ഷൻ ആവുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആയതുകൊണ്ട്, മാൻഡിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാൻഡിസ എഴുതുന്ന സമയത്ത് നമ്മൾ അതിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ പോയിന്റ് കാണിക്കില്ല, പക്ഷെ നമ്മൾ തിരിച്ചെടുക്കുന്ന സമയത്ത് അത് പോയിന്റ് ഇട്ടതിന് ശേഷമാണ് ഈ സീറോസ് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഈ ബാക്കി എഴുതിയ 18 സീറോസിനും ഒരു വാല്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യില്ല, അതെല്ലാം വാല്യൂ ഇല്ലാത്ത നോൺ വാല്യൂ സീറോസ് ആണത്. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ ഈ മാൻഡിസ പാർട്ടിനെ നമ്മൾ അവിടെ 23 ഇതായിട്ട് റെപ്രസെന്റ് ചെയ്തു. ഇവിടെ നോക്കുക, ആ 18 എണ്ണം ആണ് ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത്. 18 സീറോസ് നമ്മൾ ആഡ് ചെയ്തു. ഇനി ബയാസ്ഡ് എക്സ്പോണന്റ് 132 ആണ്. ആ 132നെ നമ്മൾ എന്തിൽ റെപ്രസെന്റ് ചെയ്തു? 132നെ ഏതാ ഇവിടെ 132നെ നമ്മൾ റെപ്രസെന്റ് ചെയ്തു, ബൈനറിയിലേക്ക് മാറ്റി. ഇനി ഇപ്പൊ തന്നിട്ടുള്ള നമ്പർ നമുക്ക് എന്തായിരുന്നു? തന്നിട്ടുള്ള നമ്പർ എന്ത് നമ്പർ ആയിരുന്നു? പോസിറ്റീവ് നമ്പർ ആയിരുന്നു. പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് സൈൻ ബിറ്റ് എന്തായിരിക്കും? 0 ആണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ആദ്യം സൈൻ ബിറ്റ് 0 കൊടുത്തു. ബാക്കി 23 ബിറ്റിൽ നമ്മളുടെ ഈ നമ്പർ എഴുതുന്നു. നമുക്കറിയാം, ആദ്യത്തേല് 1 ബിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ബാക്കി 7 ബിറ്റ് ഇവിടെ എഴുതും. ഓക്കെ, 7 ബിറ്റ് ഇവിടെ എഴുതും, അടുത്ത 8 ബിറ്റ് ഇവിടെ എഴുതും, അടുത്ത 8 ബിറ്റ് ഇവിടെ എഴുതും. ഓക്കെ, ഒന്നുകൂടെ പറയുന്നു, ഇവിടെ 8 ബിറ്റിൽ 1 ബിറ്റ് സൈൻ ബിറ്റ് കഴിഞ്ഞാൽ 7 ബിറ്റ് ഇവിടെ, അതായത് 23ലെ 7 ബിറ്റ് ഇവിടെ, അടുത്ത 8 ബിറ്റ് ഇവിടെ, അടുത്ത 8 ബിറ്റ് ഇവിടെ, അത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള 8 ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയാസ്ഡ് എക്സ്പോണന്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ നമ്മൾ ബയാസ്ഡ് എക്സ്പോണന്റ് എഴുതി, 132നെ നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതാണ് 13.5 എന്നുള്ള നമ്പറിന്റെ ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെന്റേഷൻ. അങ്ങനെയാണെങ്കിൽ
ഇത് ഏതിനെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്? 13.5 എന്നുള്ള ഡെസിമൽ നമ്പറിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തതിന്റെ ശേഷം ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെന്റേഷനിൽ റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, ഇനി ഇതിന് പകരം -13.5 ആണെങ്കിൽ എന്ത് ചേഞ്ചാ വരിക? -13.5 ആണെങ്കിൽ എവിടെയാണ് ചേഞ്ച് സംഭവിക്കുക? ആദ്യത്തെ ഭാഗത്ത് ചേഞ്ച് സംഭവിക്കുക, അതായത് സൈൻ ബിറ്റ് 1 ആവും. അത് മാത്രമായി കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം ഇപ്പൊ ഇവിടെ -13.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് നമ്പർ ആണ്. ആ നെഗറ്റീവ് നമ്പറിനെ നമ്മൾ റെപ്രസെന്റേഷൻ നടത്തണമെങ്കിൽ നമുക്ക് 3 സ്കീമുകൾ ഉണ്ട്. സൈൻഡ് മാഗ്നിറ്റ്യൂഡ് സ്കീം, വൺസ് കോംപ്ലിമെന്റ് സ്കീം, അതുകൂടാതെ ടൂസ് കോംപ്ലിമെന്റ് സ്കീം. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു നെഗറ്റീവ് നമ്പറിനെ ഇപ്പൊ നമ്മൾ ഏറ്റവും നല്ല മെത്തേഡ് ഏതാണ്? റെപ്രസെന്റ് ചെയ്യാൻ ഏറ്റവും നല്ല മെത്തേഡ് ടൂസ് കോംപ്ലിമെന്റ് മെത്തേഡ് ആണ്. അപ്പൊ നമ്മൾ അതാണ് ഉപയോഗിക്കുക. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ഈ 13.5 എന്നുള്ള ക്വാണ്ടിറ്റീനെ 13.5 എന്നുള്ള ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യും. അതായത് ആ 13.5 എന്നുള്ള ക്വാണ്ടിറ്റീനെ എന്തിൽ റെപ്രസെന്റ് ചെയ്യണം? ടൂസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷനിൽ റെപ്രസെന്റ് ചെയ്യണം. അപ്പോൾ എക്സ്പോണന്റിന് ചേഞ്ച് ഒന്നും സംഭവിക്കില്ല. കാരണം ഇതിനെ നമ്മൾ ബൈനറിയിലേക്ക്, അപ്പൊ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങളിൽ അതൊന്നും കൂടെ പറയാണ്. അതായത് എന്ത് ചെയ്യണം? നെഗറ്റീവ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ ആദ്യം ആ 13. അതിന്റെ അബ്സല്യൂട്ട് വാല്യൂന്റെ എന്ത് കാണുക? -13.5 ചെയ്യാന് നമ്മൾ എന്താ ചെയ്യുക? അവിടെ പറഞ്ഞിട്ടുള്ള മെത്തേഡ് എന്തായിരുന്നു? മാഗ്നിറ്റ്യൂഡ് എടുക്കുക, മാഗ്നിറ്റ്യൂഡിന്റെ റെപ്രസെന്റേഷൻ കാണുക, അതിന്റെ ടൂസ് കോംപ്ലിമെന്റ് കാണുക. ഓക്കെ, അപ്പൊ ഇവിടെ ഫസ്റ്റ് ഫൈൻഡിങ് ദ റെപ്രസെന്റേഷൻ ഓഫ് ദി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ദി നമ്പർ. അപ്പൊ 13.5ന്റെ റെപ്രസെന്റേഷൻ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. അത് 13.5 എന്നുള്ളതിനെ നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഇനി എന്ത് ചെയ്യും? അപ്പൊ ആ 13.5ന്റെ ബൈനറിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്തു. ഇനി അതിന്റെ ടൂസ് കോംപ്ലിമെന്റ് ഇവാലുവേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ ടൂസ് കോംപ്ലിമെന്റ് -13.5ന്റെ ടൂസ് കോംപ്ലിമെന്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് എങ്ങനെയാണ് കിട്ടുക? ഇറ്റ് ഈസ് ഈക്വൽ ടു 1 0 0 1 0 1. ഓക്കെ, അതായത് അപ്പൊ അത് ഉപയോഗിച്ച് നമ്മൾ, അതായത് ഇത് ചെയ്താൽ മതി. -13.5 എന്നുള്ള ക്വാണ്ടിറ്റിയുടെ എന്ത് ചെയ്യുക? അതിനെ ടൂസ് കോംപ്ലിമെന്റ് വെച്ചിട്ട് നിങ്ങൾ 8 ബിറ്റ് വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. ആ 8 ബിറ്റ് വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അതിവിടെ എഴുതിയതിനു ശേഷം ഇവിടെ എഴുതി നോക്കുക. അതായത് എന്ത് ചെയ്യണം? -13.5 എന്നുള്ള നമ്പറിന്റെ ടൂസ് കോംപ്ലിമെന്റ് 8 ബിറ്റ് വെച്ചിട്ട് അത് ചെയ്യുക. അത് ഇവിടെ ഇൻസേർട്ട് ചെയ്യുക. അതിവിടെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം സെയിം ആണ്. ബാക്കി ഇവിടെ ആ സീറോസ്, അതായത് എത്ര സീറോസ് ആണ് ആവശ്യം വരുന്നത് 23 ബിറ്റ് ആവാൻ വേണ്ടിയിട്ട് ആ ബാക്കിയുള്ള സീറോസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഇതിന് ചേഞ്ച് സംഭവിക്കില്ല. ഓക്കെ, ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ കൂടെ ചെയ്യുന്നു. അടുത്തത് 25.75 എന്നുള്ള ഡെസിമൽ നമ്പറിനെ ബൈനറിയിലേക്ക് മാറ്റുന്നു. അതിനെ 4 ബൈറ്റ് റെപ്രസെന്റേഷനിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെന്റേഷൻ നടത്തുന്നു. അപ്പൊ ഇവിടെ 25.75നെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്തു? ബൈനറിയിലേക്ക് ഇതേപോലെ കൺവേർട്ട് ചെയ്തു. ഓക്കെ, ഇനി ആ നമ്പറിനെ നോർമലൈസ്ഡ് ഫോമിലേക്ക് മാറ്റുന്നു. നോർമലൈസ്ഡ് ഫോമിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ 5 ബിറ്റ് ഇവിടെ ഉണ്ട്. 5 ബൈനറി പോയിന്റ് അങ്ങോട്ട് മാറ്റണമെങ്കിൽ 2⁵ ആക്കിയിട്ട് മാറ്റി. അപ്പൊ നമുക്ക് അതിന്റെ മാൻഡിസ പാർട്ട് കിട്ടി 11001111. ഓക്കെ, മാൻഡിസ പാർട്ട് കിട്ടി. ഇവിടെ എത്ര ബിറ്റുകൾ ഉണ്ട്? 7 ബിറ്റ് ഇവിടെ ഉണ്ട്. 1 2 3 4 5 6 7. 7 ബിറ്റ് കഴിഞ്ഞാൽ ബാക്കി 16 സീറോസ് നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാൻഡിസ പാർട്ട് 23 ബിറ്റ് ഉള്ള മാൻഡിസ പാർട്ടായി. ഇനി ട്രൂ എക്സ്പോണന്റ് ഇവിടെ 5 ആണ്. ഇതിന്റെ കൂടെ 128 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 133 ആയി. അപ്പൊ ബയാസ്ഡ് എക്സ്പോണന്റ് 133 ആണ്. ഓക്കെ, ജസ്റ്റ് ഇതിനെ എന്ത് ചെയ്യണം? ആദ്യം
ഇവിടെ തന്നിരിക്കുന്ന നമ്പർ പോസിറ്റീവ് നമ്പർ ആണ് 25.75. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് അങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ 11001111 ബാക്കിയുള്ള 16 എന്ത് വരുന്നു, സീറോസ് വന്നു. ഇനി ഇവിടെ 133നെ നമ്മൾ എന്ത് ചെയ്തു, ബയാസ്ഡ് എക്സ്പോണന്റിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇതെന്താണ്, ഇതെന്ത് വാല്യൂ ആണ് നമുക്കറിയാം, ഇതൊരു പോസിറ്റീവ് വാല്യൂ ആണ്. അതുകൊണ്ട് നമ്മൾ സൈൻ ബിറ്റ് 0 ആക്കി. അപ്പൊ സൈൻ ബിറ്റ് 0 ആക്കി നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്തു. ഇനി ഇതേപോലെ ഇതിന്റെ നെഗറ്റീവ് റെപ്രസെന്റേഷൻ ആണെങ്കിൽ, അതായത് -25.75 ആണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, -25.75ന്റെ 2's കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ ആദ്യം കാണാം. ആ കിട്ടുന്നതിനെ നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യുക. കാരണം നമുക്കറിയാം 2's കോംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് അതിലെ ഫസ്റ്റ് ബിറ്റ് എപ്പോഴും നമുക്ക് 1 ആണ് കിട്ടുക. അതായത് ആ 1 കിട്ടുന്നത് എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്, അതൊരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും. അപ്പൊ അവിടുത്തെ ആദ്യത്തെ 1 എന്നുള്ള ക്വാണ്ടിറ്റി ആണ് സൈൻ ബിറ്റ്. അപ്പൊ സൈൻ ബിറ്റ് അതിൽ നമുക്ക് കൺവേർഷന് ശേഷം കിട്ടുന്ന 1നെ നമ്മൾ സൈൻ ബിറ്റിന്റെ പോർഷനിൽ എഴുതുക. ബാക്കിയുള്ള ബിറ്റുകളെ നമ്മൾ ഈ ഭാഗത്തേക്ക് മാറ്റി എഴുതുക. ദെൻ അടുത്ത 16 സീറോസ് 2 ബൈറ്റുകളിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഇവിടെ 8, ഇവിടെ 8. പിന്നെ അതേപോലെ 133 എന്നുള്ള ക്വാണ്ടിറ്റീനെ നമ്മൾ ഇതില് ബയാസ്ഡ് എക്സ്പോണന്റിൽ കാണിച്ചു. അപ്പൊ നമുക്ക് ഇതിലെ റെപ്രസെന്റേഷൻ നമ്മൾ കിട്ടി. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ ഇവിടെ ഇങ്ങനത്തെ ഇത് പ്രോബ്ലം ആയിട്ട് ചോദിക്കുന്ന സമയത്ത് ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യനോ ആ രൂപത്തിലോ അല്ലെങ്കിൽ എസ്സേ ടൈപ്പിൽ വരെ ചോദിക്കാം. പക്ഷെ ആ സമയത്ത് നമ്മൾ ഇതിന്റെ ഇടയിലുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. അതായത് ഇവിടെ നിങ്ങൾ ചെയ്യുമ്പോൾ അപ്പൊ അതും കൂടെ ചെയ്യുക. കാരണം ഇതിൽ ആദ്യത്തെ മെത്തേഡിൽ നമ്മൾ പറയുന്നത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ഇത് ചെയ്യാത്തത്. കാരണം ഇവിടെ 13.5 എന്നുള്ള ഡെസിമൽ നമ്പറിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഫുൾ മെത്തേഡ്, അതായത് 13.5നെ അതിലെ 2 പാർട്ടായിട്ടാണ് ചെയ്യാൻ നമുക്കറിയാം. എങ്ങനെ ചെയ്യും, 13നെ സക്സസീവ് ഡിവിഷനും 0.5നെ ചെയ്യുമ്പോൾ സക്സസീവ് മൾട്ടിപ്ലിക്കേഷനും. ഓക്കെ, അപ്പൊ ആ ഒരു കൺവേർഷൻ അവിടെ കാണിക്കണം. അതേപോലെ തന്നെ ഇനി രണ്ടാമത്തെ ഭാഗത്ത് 132നെ എന്ത് ചെയ്യും, ബൈനറി നമ്പറിലേക്ക് ബൈനറി ആക്കി കൺവേർട്ട് ചെയ്യും. അപ്പൊ അത് സക്സസീവ് ഡിവിഷൻ മെത്തേഡ്, അത് കാണിക്കണം. രണ്ടാമത്തെ പ്രോബ്ലത്തിൽ അതേപോലെ തന്നെ ഈ പ്രോബ്ലത്തിൽ തന്നെ -13.5ന്റെ 2's കോംപ്ലിമെന്റ് ആക്കിയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് അവിടെ കറക്റ്റ് കാണിക്കണം. ഇനി ഇവിടെ 25.75നെ ഇവിടേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഭാഗം, അതേപോലെ 133നെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, അടുത്തത് -25.75നെ 2's കോംപ്ലിമെന്റ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ 3 ഭാഗങ്ങൾ നിങ്ങൾ ഇത് കാണുന്ന സമയത്ത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണം. അത് ചെയ്തിട്ട് ആ പ്രോബ്ലം പാർട്ട് ഞാനിവിടെ ഇതിന്റെ കൂടെ LMSൽ ലിങ്ക് ഇട്ടിട്ടുണ്ടായിരിക്കും. അതിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. അടുത്ത ദിവസം നമുക്ക് ബൈനറി അഡീഷൻ, അതേപോലെ തന്നെ ബൈനറി സബ്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ ബൈനറി അരിത്തമെറ്റിക്, ഇതാണ് നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത്. പിന്നെ അതിന്റെ കൂടെ തന്നെ ക്യാരക്ടർ റെപ്രസെന്റേഷൻ, അതുകൂടാണ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്. ഈ ചാപ്റ്റർ ഏകദേശം തീരാറായിട്ടുണ്ട്.